18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനി. അവൾക്കൊരു കാമുകനും 10ലധികം സെക്ഷൽ പാർട്ട്നേഴ്സും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? അവളുടെ അമിതമായിട്ടുള്ള കാമാസക്തിക്ക് അവസാനം വില നൽകേണ്ടി വന്നത് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനായിരുന്നു. 2024 ഉത്തരാഖണ്ഡിൽ വളരെയധികം കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2024 ഫെബ്രുവരി 13 അല്പം കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസം അത് ബിലായ് സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. കോള് വിളിച്ചവർ പറഞ്ഞത് ഇവിടെ റെയിൽവേ ട്രാക്കിൽ ഒരു മൃതശരീരം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ പോലീസ് സംഘം അവിടെ എത്തി മൃതശരീരം പരിശോധിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് സമീപത്ത് കിടക്കുന്ന അവൻ്റെ ID കാർഡ് കിട്ടിയത്. അതിനാൽ തന്നെ പോലീസിന് വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് തല പുകയ്ക്കേണ്ടി വന്നില്ല. വൈകാതെ തന്നെ പോലീസ് സംഘം ഇവൻ്റെ IDയിൽ കണ്ട അഡ്രസ്സിലേക്ക് കാര്യങ്ങൾ അറിയിച്ചു. ശേഷം പോലീസ് സംഘം ഓട്ടോപ്സിക്കായിട്ട് ബോഡി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ അവൻ്റെ പേരൻസ് ഇവിടെ വന്നിരുന്നു. ഇത് നിങ്ങളുടെ മകനാണോ എന്നുള്ള പോലീസിൻ്റെ ചോദ്യത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതെ എന്നവർ സമ്മതിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ ആ പൊട്ടിക്കരച്ചിൽ നിർത്താതെ തന്നെ അവർ പറഞ്ഞു, സാർ അവൻ ആത്മഹത്യ ചെയ്തതാണ്, ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അത് അവൻ ചെയ്ത ഇൻസ്റ്റഗ്രാം വീഡിയോ ആയിരുന്നു. അതിൽ അവൻ്റെ മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെ കുറിച്ചും അവൻ മരിക്കാറുണ്ടായ കാരണത്തെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഴുവനായി ഇത് കേട്ട പോലീസുകാർ തലയിൽ കൈവച്ചു പോയി എന്നതാണ് വാസ്തവം. അങ്ങനെ 22 വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ പാകത്തിന് എന്തെല്ലാമായിരുന്നു അവൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ. പിന്നീട് എങ്ങനെയാണ് ഈ കേസ് ഛത്തീസ്ഗഡിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിട്ട് മാറിയതെന്നും നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ക്രൈം ഡിറ്റക്റ്റീവ്. എൻ്റെ പേര് റബിൻ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വീഡിയോ കാണുന്നതിന് മുൻപ് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്താൻ മറക്കരുത്. അതേ രീതിയിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണനയിൽ വയ്ക്കുമെന്ന് കൂടി ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൗരവ് എന്നാണ് മരണപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ പേര്. ആ സമയം അവൻ MBAക്ക് പഠിക്കുകയായിരുന്നു. വെറും 22 വയസ്സ് മാത്രമായിരുന്നു അവൻ്റെ പ്രായം. ഇപ്പോൾ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഏതാണ്ട് പുറകോട്ട് 4 വർഷങ്ങൾ സഞ്ചരിക്കണം. ഗൗരവിന് അച്ഛൻ, അമ്മ, സഹോദരൻ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നു. ഒരു ഇടത്തരം കുടുംബമായിരുന്നു. ഒരു ഇടത്തരമായ രീതിയിലെല്ലാം തന്നെയായിരുന്നു ഗൗരവിൻ്റെ പഠന മികവും. അങ്ങനെ അവൻ തൻ്റെ +2 പഠനത്തിന് ശേഷം ഡിഗ്രിക്ക് കയറുകയാണ്. ഈ ഡിഗ്രി കാലഘട്ടമൊക്കെ ആകുമ്പോഴും എല്ലാവർക്കും തന്നെ ഒരു പ്രണയമൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ അവൻ ഒരുപാട് പേര് ഇങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭൂമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൻ പരിചയപ്പെടുന്നത്. സ്ഥിരമായി കാണുന്നതിലൂടെ പരിചയപ്പെടുന്നതിലൂടെ ഈ ഭൂമയായിട്ട് നല്ലൊരു സൗഹൃദം ഉടലെടുക്കുകയും ഗൗരവും ഭൂമയും പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഏതാണ്ട് ഒരു വർഷക്കാലം ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠനം പൂർത്തിയാവുന്നവരെയും ഇവരുടെ പ്രണയം വളരെ മനോഹരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇവർ സെക്കൻഡ് ഇയറിലേക്ക് ജയിച്ച ശേഷം ഒരു ദിവസം യാദൃശികമായിട്ട് ഭൂമയുടെ മൊബൈൽ ഫോൺ ഈ ഗൗരവ് ഒന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ അറിയാതെ ബ്രൗസിംഗ് ഹിസ്റ്ററിയും പുള്ളി എടുത്തു നോക്കുകയാണ്. അങ്ങനെ ബ്രൗസിംഗ് ഹിസ്റ്ററി കണ്ട ഈ ഗൗരവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഞെട്ടിപ്പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിച്ച ഗൗരവന് മനസ്സിലായത് അവൾ ദിനം പ്രതി നിരവധി സെക്ഷൽ വീഡിയോസ് കാണുന്നുണ്ട് എന്നതായിരുന്നു. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസത്തെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗം പോലെയായിരുന്നു അവൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിരുന്നെന്ന് ഗൗരവ് മനസ്സിലാക്കുകയാണ്. ഇതിനെ തുടർന്ന് ഗൗരവ് അത് അവളോട് ചോദിക്കുകയും ഈ പ്രായം നമ്മൾ പഠിക്കേണ്ടതല്ലേ, പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ജനറ്റിക്കൽ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വരാം, എന്നിരുന്നാൽ പോലും നമ്മൾ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് ഈ ഗൗരവ് ഭൂമിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഭൂമ അതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞെല്ലാം സ്വീകരിച്ചു എന്ന മട്ടിൽ അന്ന് അവർ പിരിയുകയാണ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഗൗരവ് ഈ ഭൂമയുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഭൂമ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല എന്നുള്ളത് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കുകയാണ്. അതിനെ തുടർന്ന് അയാൾ അതൊരു വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് കരുതി പിന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയിരുന്നില്ല. എന്നാൽ ഈ ഭൂമ അത്രയ്ക്ക് നിസ്സാരമായിട്ടായിരുന്നില്ല ഈ വീഡിയോകളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്നത്. ഈ വീഡിയോ കണ്ട് ആ വീഡിയോയിൽ ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമായി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഭൂമയിൽ വളരെയധികം ഉടലെടുക്കുകയാണ്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇതിനോടകം തന്നെ ഭൂമ സെക്ഷൽ അഡിക്റ്റായി മാറിയിരുന്നു.
അതുകൂടാതെ തന്നെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് തനിക്ക് നിരവധി ഇത്തരത്തിലുള്ള സെക്ഷൽ പാർട്ട്നേഴ്സിനെ വേണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. അതിനെ തുടർന്ന് അവൾ ഓൺലൈൻ വഴിയും നേരിട്ട് പരിചയമുള്ളവരൊക്കെ ആയിട്ട് തൻ്റെ ചിന്താഗതി പങ്കുവയ്ക്കുകയും അത്തരം ഒരു ചെറിയ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇടയ്ക്കൊക്കെ ഭൂമ ഈ പാർട്ട്നേഴ്സിൽ ആരെങ്കിലുമൊക്കെ ഒന്നിച്ച് സിനിമാ തിയേറ്ററിൽ പോകുന്നത് പതിവുണ്ടായിരുന്നു. സിനിമാ തിയേറ്ററിലെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് അവിടെ വച്ച് ചെയ്യാവുന്നുണ്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നത് ഭൂമിക്ക് വല്ലാത്തൊരു ത്രില്ലായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ ഈ ഗൗരവമായിട്ടുള്ള പ്രണയം കൊണ്ടുപോകുമ്പോൾ പോലും മറു സൈഡിൽ നിരവധി സെക്ഷൽ പാർട്ട്നേഴ്സുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധം പുലർത്തി പോരാനും ഭൂമ വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭൂമ തൻ്റെ കാമുകൻ എന്ന് പറയാൻ പറ്റില്ല, പാർട്ട്നേഴ്സിൽ ഒരാളുമായിട്ട് സിനിമാ തിയേറ്ററിൽ പോകുകയാണ്. അങ്ങനെ പോകുന്ന സമയം യാദൃശ്ചികമായിട്ട് ഇതേ തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ കയറുകയാണ് ഗൗരവ് നേരത്തെ തന്നെ ഇവളെ കണ്ടിരുന്നു. ഇവളും ആ ചെറുപ്പക്കാരനും കൂടി ആ തിയേറ്ററിൽ ഇരുന്ന് 2.5 മണിക്കൂർ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ വ്യക്തമായി തന്നെ ഗൗരവ് കണ്ട് മനസ്സിലാക്കുകയാണ്. അവിടെ വച്ചൊരു സീൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഇറങ്ങിപ്പോകുകയും പിറ്റേ ദിവസം കോളേജിൽ ചെന്ന് ഇതിനെക്കുറിച്ച് ഭൂമയോട് ചോദിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഗൗരവ് കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് എന്ന് മനസ്സിലാക്കിയ ഭൂമ അത് തർക്കിക്കാനൊന്നുമില്ല, പകരം തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി തന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറയുകയാണ്. ഈ ഗൗരവനുണ്ടായിരുന്നത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായതിനാലും തൻ്റെ ഭാവി വധുവായിട്ടുള്ള പെൺകുട്ടിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയതായിരിക്കുമെന്ന് കരുതിയിട്ട് ഇയാൾ അത് ക്ഷമിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രണയം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഭൂമ ആ ചെറുപ്പക്കാരായിട്ടുള്ള ബന്ധം അതേ രീതിയിൽ തന്നെ നിലനിർത്തി പോരുകയും ചെയ്തു. പിന്നീട് പലപ്പോഴും ഗൗരവിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഭൂമിയെ ഇതേ ചെറുപ്പക്കാരോടൊപ്പം പല സ്ഥലങ്ങളിൽ വെച്ച് കാണുകയുണ്ടായി. ഇതിനെ തുടർന്ന് അപ്പോഴെല്ലാം തന്നെ ഗൗരവ് ഈ ഭൂമയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും വഴക്കുണ്ടാവുകയും ചെയ്യുന്നതെല്ലാം ഒരു പതിവായിരുന്നു. എന്നാൽ എല്ലാത്തിൻ്റെ അവസാനവും ഈ ഗൗരവ് അവളോട് ക്ഷമിച്ചു കൊടുക്കുന്നതായിരുന്നു രീതി. അങ്ങനെ താൻ എന്തൊക്കെ തെറ്റുകൾ തന്നെ ചെയ്താലും ഗൗരവ് തന്നോട് ക്ഷമിച്ച് തൻ്റെ പുറകെ വരും എന്നുള്ള ആ ഒരു ചിന്താഗതി അവളിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതിയായിട്ട് തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ അവരുടെ ഡിഗ്രി പഠനം പൂർത്തിയാവുകയാണ്. MBAക്ക് ശ്രീ ശങ്കരാചാര്യ കോളേജിലാണ് ഗൗരവിന് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അതേ കോളേജിൽ തന്നെ ഭൂമിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഭൂമ പഠിച്ചിരുന്നത് മറ്റൊരു കോളേജിലായിരുന്നു. ഇത് എല്ലാം കൊണ്ടും ഭൂമിക്ക് സൗകര്യപ്രദമായിട്ട് തോന്നുകയാണ്. അങ്ങനെ അവിടെ വച്ചിട്ട് അവൾ 2 പേരെ പരിചയപ്പെടുകയാണ്. 2 പേരെ മാത്രമല്ല, 2 പേരായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് പരിചയപ്പെടുകയാണ്. തനിക്ക് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെല്ലാം ഉണ്ടെന്നും പ്രണയത്തിനൊന്നും സമയമില്ലെന്നെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ആ ചെറുപ്പക്കാരോട് അവൾ അടുക്കുകയാണ്. ആ ചെറുപ്പക്കാരും സമാന രീതിയിലുള്ള ചിന്താഗതി ഉള്ളതിനാൽ തന്നെ അവർക്കിടയിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവുകയും പലപ്പോഴും പഠിക്കാനെന്ന വ്യാജേനയും മറ്റെല്ലാം തന്നെ പുറത്തു പോയി കറങ്ങുകയും ഇവരുടെ റൂമിലെല്ലാം ചെല്ലുന്നത് ഒരു പതിവായി മാറിയിരുന്നു. ഒരേ സമയം തന്നെ ചിലപ്പോഴൊക്കെ ഈ 2 ചെറുപ്പക്കാരോടുമൊത്ത് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിൽ ഭൂമ വല്ലാത്ത ആനന്ദം കണ്ടെത്തിയിരുന്നു. ഇവളെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പിണറായി സൗമ്യയെക്കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ തന്നെയുള്ള സ്ത്രീയായിരുന്നു പിണറായി സൗമ്യ. തൻ്റെ ശാരീരിക ബന്ധം നേരിട്ട് കണ്ട മകളെയും അത് മനസ്സിലാക്കിയ മാതാപിതാക്കളെയും നിഷ്കരണം കൊലപ്പെടുത്തിയ പിണറായി സൗമ്യയെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇതിക്ക് തൊട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് ചെന്ന് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള സ്വഭാവ വൈകൃതത്തിന് ഇതിനോടകം തന്നെ ഈ ഭൂമ അടിമയായിരുന്നു. ഇങ്ങനെ പോകവെയാണ് ഗൗരവ് ഭൂമയുടെ ഈ പുതിയ പ്രവർത്തികളെക്കുറിച്ച് എല്ലാം തന്നെ അറിയാനിട വരുന്നത്. അങ്ങനെ അറിഞ്ഞ ഉടനെ തന്നെ ഇവൻ ഭൂമ പഠിക്കുന്ന കോളേജിലേക്ക് എത്തുകയും ഭൂമിയെ കണ്ട വഴിക്ക് തന്നെ മറ്റൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയുമാണ് ചെയ്തത്. അവൻ്റെ അടിയുടെ ആഘാതത്തിൽ ഭൂമിയുടെ മുഖത്തു നിന്ന് ചോര പൊടിഞ്ഞു എന്നതാണ് സത്യം. തൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തതിലുള്ള കോപം കൊണ്ടും തന്നെ മർദ്ദിച്ചതിനുമുള്ള ദേഷ്യം കൊണ്ട് ഭൂമ ഇനി മുതൽ ഗൗരവമായിട്ടുള്ള ഈ ബന്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഭൂമിയുടെ മുഖത്തെ ഈ മുറിവ് വീട്ടുകാർ ശ്രദ്ധിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർ ചോദിച്ചപ്പോൾ തനിക്കൊരു പ്രണയമുണ്ടായിരുന്നത് ഈ വീട്ടുകാർക്കെല്ലാം തന്നെ അറിയാമായിരുന്നു. അത് ബ്രേക്കപ്പായെന്നും അതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചതെന്നും ഭൂമ ആ വീട്ടുകാരോട് പറയുകയാണ്.
ഇനി മേലാൽ ഈ ചെറുപ്പക്കാരനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല എന്നും ഭൂമ തൻ്റെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് താൻ അഗാധമായി പ്രണയിക്കുന്ന തൻ്റെ പാർട്ട്ണർ തന്നെ വിട്ടുപോയുള്ള വിഷമം കൊണ്ട് ഗൗരവ് വീണ്ടും ഭൂമിയുടെ പുറകെ വരികയാണ്. അവളോട് ക്ഷമാപണം നടത്തുകയാണ്. കുറച്ചധികം ദിവസങ്ങൾ ഇത്തരത്തിൽ ക്ഷമാപണം നടത്തിയപ്പോൾ ഭൂമ അവരുമായിട്ട് വീണ്ടും റീജോയിനിങ് ആവുകയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഭൂമ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഭൂമയും ഗൗരവും കൂടി പുറത്ത് ചുറ്റാൻ പോകുന്ന സമയം ഇവർ തമ്മിൽ ബൈക്കിൽ പോകുന്ന കാഴ്ച ഇവളുടെ വീട്ടുകാർ കാണുകയാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ ഭൂമയോട് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് എപ്പോഴാണ് പാച്ചപ്പായതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഭൂമ പറഞ്ഞത് എനിക്ക് ആ ബന്ധത്തിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. അവൻ പലതരത്തിലെല്ലാം എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബന്ധത്തിൽ നിർബന്ധിച്ച് നിലനിർത്തുകയാണെന്ന തരത്തിൽ ഭൂമ നേരെ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ട ഈ ഭൂമിയുടെ സഹോദരിയായിട്ടുള്ള ഫിസ തൻ്റെ കാമുകനെ വിളിക്കുകയാണ്. കാമുകനെ വിളിച്ചിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ അനുജത്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, അതിന് കഴിയും വേഗം ഒരു പരിഹാരം കാണാൻ വേണ്ടി സഹായിക്കണമെന്ന് പറയുകയാണ്. തൻ്റെ കാമുകിയുടെ വാക്ക് കേട്ട ഈ കാമുകൻ ഈ 2 സഹോദരിമാരായിട്ട് മീറ്റ് ചെയ്യുകയും അവർ 3 പേരും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്ലാൻ തയ്യാറാക്കിയതിനെ തുടർന്ന് ഒരു വിജനമായ സ്ഥലത്തേക്ക് ഗൗരവനെ ഇവർ വിളിച്ചു വരുത്തുകയാണ്. സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ വച്ചിട്ട് ഈ കാമുകൻ നല്ല രീതിക്ക് തന്നെ ഗൗരവനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ്. അയാളിൽ നിന്ന് രക്തം പൊടിയുന്നവരെ ഈ മർദ്ദനം തുടർന്നു. അതിനുശേഷം ഇനി മേനാൽ ഭൂമിയെ ഏതെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്തിയാൽ താൻ അവളെ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള പരാതികൾ കൊടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ അകത്താക്കുമെന്നും ഈ 3 പേരും കൂടി ഗൗരവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയോടൊപ്പം കുറച്ച് സമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഗൗരവ് അങ്ങോട്ട് എത്തിയത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയ ചെറുപ്പക്കാരന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ ഈ മെൻ്റൽ ട്രോമയുമായിട്ട് ഗൗരവ് നടന്നിരുന്നു. ഒരുപക്ഷെ താൻ 4 വർഷം അഗാധമായി സ്നേഹിച്ച പെൺകുട്ടിയെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടോ പേടി കൊണ്ടോ അവർ ഭീഷണിപ്പെടുത്തിയുള്ള വ്യഗ്രത കൊണ്ടോ എന്താണെന്നറിയില്ല, ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള വളരെ തെറ്റായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെയാണ് അയാൾ ഈ ട്രെയിനിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതും. ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുൻപ് അയാൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. തൻ്റെ കാമുകി ഒരു സെക്സ് അഡിക്റ്റ് ആണെന്നും തൻ്റെ മാതാപിതാക്കൾ നല്ല രീതിയിൽ തന്നെയാണ് തന്നെ നോക്കിയിട്ടുള്ളതെന്നും അവരെല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും എല്ലാം പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ അവൻ ആ വീഡിയോയിൽ പറയുകയുണ്ടായി. ഈ വീഡിയോ വലിയ രീതിയിൽ തന്നെ ഛത്തീസ്ഗഡിൽ പ്രചരിക്കുകയാണ്. ഇതിനെ തുടർന്ന് അവിടുത്തെ യൂത്ത് ആയിട്ടുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി ഇവന് നീതി കിട്ടണം എന്നുള്ള തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ മറ്റുള്ള വീഡിയോസ് ചെയ്യുകയും അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ പെട്ടതിനെ തുടർന്ന് ഈ ഭൂമയെയും അവളുടെ വീട്ടുകാരെയും ഈ ഭൂമയുടെ സഹോദരിയുടെ കാമുകനെയെല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഥ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തൻ്റെ ലോകമായിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനോട് 100% സിൻസിയറിറ്റി പുലർത്തേണ്ടതുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും അവരെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവരുത്. കാരണം അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ നമ്മൾ നാളെയിൽ ഒരുപാടധികം വിഷമിക്കേണ്ടി വന്നേക്കാം. അതോടൊപ്പം തന്നെ ഏത് പ്രായത്തിലാണെങ്കിൽ പോലും അമിതമായിട്ട് സെക്സ് പോലുള്ള വിചാരങ്ങളോട് നമ്മൾ അടിമപ്പെടാതിരിക്കാൻ എപ്പോഴും നമ്മളെ ഒരു നിയന്ത്രണത്തിൽ തന്നെ കൊണ്ടുപോകണം. അത് സെക്സ് ആവണമെന്നില്ല, സിഗരറ്റ് വലിയാണെങ്കിലും ഇനി കോളകുടി ആണെങ്കിൽ പോലും ഏതൊരു ശീലമാണെങ്കിലും അതിനെ മിതത്വം പാലിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനോടകം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നും അതേ രീതിയിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അവതരണത്തിലോ എഡിറ്റിങ്ങിലോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള മറ്റ് അഭിപ്രായങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബൈ.